ഹായ് ഫ്രണ്ട്സ്, ഇനി പിടിക്കാണ്ടുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങാമെന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ ആയ പൂപ്പലി 2025 കാണാൻ വേണ്ടി പോവുകയാണ്. ഞാനും ഉണ്ട്, ഇതാ പപ്പയുണ്ട് കേട്ടോ കൂടെ. ഇതാ പപ്പ ഒരു ഹായ് കാണിക്ക്. അപ്പോൾ ഞാനും പപ്പയും കൂടിയാണ് പോകുന്നത്. ഏതാണ്ട് ഒരു 10 ഏക്കറോളം സ്ഥലത്ത് ആണ് ഈ പൂപ്പലി സെറ്റാക്കിയേക്കുന്നത്. കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ അതിൻ്റെ വീഡിയോ കാണിച്ചതാണ്. എന്നാലും കഴിഞ്ഞ വർഷം ഈ വർഷം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതൊക്കെ നമുക്ക് ഇന്ന് കണ്ടൊന്ന് അറിയണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലയിൽ എത്തി കേട്ടോ. വണ്ടി ഇതാ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. കാരണം ടൗണിൽ എവിടെ നമുക്ക് വെക്കാൻ പറ്റില്ല, ഫുള്ള് പേ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വണ്ടികൾ ഇഷ്ടംപോലെ ഇടാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. പക്ഷേ പാർക്കിങ്ങിലേക്ക് ഞങ്ങൾ പോയില്ല. അപ്പോൾ സൈഡിലേക്കൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട് ടൗണിൽ നിന്ന്. അപ്പോൾ നമുക്ക് നേരെ ഇനി പൂപ്പൊലീൻ്റെ ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ. അതായത് ബത്തേരിയിൽ നിന്നാണ് വരുന്നെങ്കിൽ ഏതാണ്ട് ഒരു 13 കിലോമീറ്റർ മാത്രമേ ഈ പൂപ്പൊലി ഗ്രൗണ്ടിലേക്ക്, അതായത് അമ്പലയിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ പൂപ്പൊലി കാണാൻ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അമ്പലയിൽ നോക്കി വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ് ഇത് കണ്ടോ, ബലൂൺ വിൽക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ പിള്ളേർ തന്നെ ഇരുന്ന് ചപ്പാത്തി പരത്തുന്നതാണോ, തോക്കൊക്കെ പിടിച്ച് ഞെട്ടിച്ച് അല്ലേ, തോക്കൊക്കെ പിടിച്ച് ഞെട്ടിച്ചിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇവിടെ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണോ, ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചേച്ചി. പപ്പയ്ക്ക് വേണോ? അപ്പോൾ നമ്മളങ്ങനെ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രൻസ് വരുന്നത് അമ്പലയിൽ, അതായത് അമ്പലയിൽ ചുള്ളിയോട് ബത്തേരി ഈ റൂട്ടിലാണ് പൂപ്പൊലിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അഡൽസിന് 60-ഉം പിള്ളേർക്ക് 30-ഉം എന്നുള്ള രീതിയിലാട്ടോ ടിക്കറ്റ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് 50 ആയിരുന്നു, 10 രൂപേൻ്റെ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മളങ്ങനെ പൂപ്പൊലി ഗ്രൗണ്ടിലേക്ക് കയറി കേട്ടോ. ഇത് തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് പൂക്കൾ വെച്ചിട്ടാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, അടിപൊളി. ഇതൊക്കെ പല കളറിലാട്ടോ താഴമ്പല ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ ഉള്ളിൽ കൂടി കയറി, ഇത് ശരിക്കും മെഡിക്കൽ സെൽ കൺട്രോൾ റൂം ആയിരുന്നല്ലോ, ഈ പ്രാവശ്യം ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇതിലിങ്ങനെ കയറി അതിലിങ്ങനെ കറങ്ങി വരണം കേട്ടോ. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അതായത് 10 ഏക്കർ സ്ഥലത്താണ് ഈ പൂപ്പൊലി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കേട്ടോ ഈ സൈഡിലൊക്കെ ഫുള്ള് ചെറിയ പൂക്കളാട്ടോ. അപ്പുറത്ത് ഡാലിയുണ്ട്. അങ്ങനെ ഒരുപാട് പുഷ്പങ്ങൾ അതിൻ്റെ ഉള്ളിൽ. അതേപോലെ ഇത് കണ്ടില്ലേ, ഇത് ഇതുണ്ടോ പൂമ്പാറ്റ, ചെറിയൊരു പൂമ്പാറ്റനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഫുള്ള് ഡാലിയ കേട്ടോ. അമ്പ ഇത് പൊളിച്ച് ഇങ്ങോട്ട് ഇറങ്ങി കാണാം, ഇവിടെ കാണാം. ഇത് കണ്ടോ, അമ്പ എത്രങ്ങാനും കളറാന്ന് നോക്കിയല്ലേ. ഇത് കൊള്ളാമല്ലോ. അപ്പേ ഇതൊക്കെ പൂക്കൾ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും മൊത്തത്തിൽ വിരിയും. അധികം നടക്കാനുണ്ട് കേട്ടോ. അതായത് ഇതിലിങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വേണം നമുക്ക് തിരിച്ചിറങ്ങാൻ. അത് മാത്രമല്ല, ഇതിൻ്റെ പൂപ്പൊലി ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ ഫുഡ്, പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പുകൾ, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 10 രൂപ കൊടുക്കുകയാണെങ്കിൽ 3 അമ്പി കേട്ടോ. ഇത് നമ്മുടെ വയനാടിൻ്റെ ഗോവിന്ദേട്ടൻ്റെ സെറ്റപ്പാണ് കേട്ടോ. അവിടെ ചേട്ടന്മാർ ചെയ്യുന്നുണ്ടേ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് സൂര്യകാന്തി ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എന്തോ സൂര്യകാന്തി നട്ടില്ലാന്ന് തോന്നുന്നല്ലേ. അപ്പോൾ നമ്മളിതേ ഒരു വെണ്ടച്ചെടി പോലെ ഇരിക്കുന്നത്, അതായത് കോളിഹോക്ക് എന്ന് പറയുന്ന ഒരു പൂവാണ് കേട്ടോ ഈ കാണുന്നത്. അത് വിരിഞ്ഞ് വരുന്നുള്ളൂ. ഇവിടുന്ന് സൈഡ് അങ്ങ് ലാസ്റ്റ് വരെയും വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ. പല കളറുണ്ട്. അത് പൂ എന്തായാലും കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചാടിയതാണ്. 2 അരയന്നത്തെ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇതിൽ ശരിക്കും വെള്ളം ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ വെള്ളമില്ല. അവിടെ ഫുള്ള് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വരുന്നവർക്ക് പൈസ കൊടുത്ത് പോകേണ്ടവർക്ക് അപ്പുറത്ത് പോകാം, അല്ലാത്ത ഇവിടെ വന്നാലും നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ബോഗൺവില്ല വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫുള്ള് കളറായി വരുന്നേ ഉള്ളൂ. അതൊക്കെ 1-2 ദിവസം കൊണ്ട് ഫുള്ള് കളറാവും കേട്ടോ. ഫുള്ള് പൂക്കളാവും. ജാനുവരി 1 തൊട്ട് 15-ാം തീയതി വരെയാണ് കേട്ടോ പൂപ്പൊലിയുള്ള. സാധാരണ ചില സമയങ്ങളിൽ തിരക്ക് കൂടുകയാണെങ്കിൽ 1-2 ദിവസമൊക്കെ അങ്ങനെ മാറ്റാറുണ്ട് ചില സമയങ്ങളിൽ കേട്ടോ, എപ്പോഴും ഇല്ല. പ്രാവശ്യം എന്താ സ്ഥിതി നമുക്കറിയില്ല കേട്ടോ. ഇത് നോക്കിയേ, ശരിയുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച സൂര്യകാന്തി ഇവിടെ ഉണ്ട് കേട്ടോ. സൂര്യകാന്തി ഈ പ്രാവശ്യം താഴേക്കാക്കി. അതായത് ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കേട്ടോ ഇപ്പോൾ സൂര്യകാന്തി ചെയ്തേക്കുന്നത്. വലിയൊരു മാങ്കോസി നിൽക്കുന്നുണ്ടോ. ഇതെല്ലാം പൂക്കളും ആയല്ലേ. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടേ തലയൊന്ന് താത്തിയതാണ്. ഇവിടെ മരത്തിലൊക്കെ ഫുള്ള്
കളർ തുണികൾ കെട്ടിയിരിക്കുന്നുണ്ടോ. അവിടെ വേറെ സംഭവം ഉണ്ട് കേട്ടോ. എന്താണ് ഇവിടെ 2 അരയന്നം ഉണ്ട്. ഇത് കണ്ടില്ലേ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് സംഭവം. പഴയ ഒരു കിണറിൻ്റെ സെറ്റപ്പാട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കുറച്ച് രാത്രി ആയി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാകും കേട്ടോ. കാരണം നമ്മൾ രാത്രി ആവാൻ നിന്നില്ല, അതിന് മുമ്പ് പോകുന്നതാണ്. ഇത് കണ്ടോ, ഇത് ശരിക്കും രാത്രി ആകുമ്പോഴാണ് രസം കേട്ടോ. അതിൽ ചുറ്റും ലൈറ്റുണ്ട്. ആ ലൈറ്റ് എല്ലാം കൂടി ഇട്ട് രാത്രി ആകുമ്പോൾ അടിപൊളി കേട്ടോ. വല്ലാത്ത വ്യൂ ആണ് ഇവിടെ. പൊന്താൻ പോകണോ? അതാ പൊന്തുന്നു അല്ലേ. ഈ സൈഡ് കണ്ടോ, ഇവിടെ ഫുള്ള് ചെണ്ടുമല്ലി കേട്ടോ. മഞ്ഞ ചെണ്ടുമല്ലി, അതേപോലെ ഇപ്പുറത്തതാണ് നമ്മുടെ ഓറഞ്ച് ചെണ്ടുമല്ലി. ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ തോണികൾ കിടക്കുന്നുണ്ട്. അതിലൊക്കെ ബോഗൺവില്ല ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ ഫുള്ള് ചെടികൾ വെച്ചേക്കുന്നുണ്ടോ. ഇവിടെയാണ് സെറ്റപ്പ് അല്ലേ. ഇതാണ് മെയിൻ സെൻറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലല്ലോ, ഇതൊരു സൈഡാണ്. എവിടെ? അതോ, ഇത് കണ്ടോ, ഇതൊരു ലവ് ചിഹ്നം ക്ലോക്ക് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചെടികൾ വെച്ചേക്കും കേട്ടോ. ബേക്കിൽ ഇതാ പൂപ്പൊലി 2025 എന്നും പറഞ്ഞ് എഴുതിയിട്ടുമുണ്ട്. നമ്മുടെ പഴയ കാളവണ്ടിയുണ്ട്. അതാ ഒരു കപ്പിൽ നിന്ന് ചെടികൾ ഒഴുകി വരുന്നു അല്ലേ. കണ്ടോ, അതേപോലെ ഒരു തെയ്യത്തിൻ്റെ രൂപം, വലിയൊരു സംഭവം അല്ലേ. വലിയൊരു രൂപം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ അങ്ങോട്ട് പോകാം. ശരിക്കും ഇതിലെ പോയാലും പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഞങ്ങളതിൽ ഇറങ്ങുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. 10-ാം തീയതി കൊല്ലം ഷാഫിൻ്റെ ഒക്കെ പരിപാടിയാണ്. ഇവിടെ ഫുള്ള് ലൈറ്റ് ഇടും രാത്രിയാകുമ്പോൾ. ഇവിടെ ഫുള്ള് ലൈറ്റ് ഇടും. വലിയൊരു പരുന്തിനെ കണ്ടോ. ഇതിൻ്റെ ചോട്ടിൽ RIRSനെ കുറിച്ച് മൊത്തം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തുടങ്ങിയ സമയത്ത് വെറും ഒരു 6 ഏക്കറിൽ തുടങ്ങിയ സംഭവമാണ്. രാജേന്ദ്രൻ സാർ എന്ന് പറഞ്ഞൊരു പുള്ളിയായിരുന്നു അന്ന് തുടങ്ങിയത്. ഇപ്പോൾ അതെങ്ങനെയൊക്കെ 10 ഏക്കറിലേക്ക് മൊത്തത്തിൽ സെറ്റപ്പായി. ഇടയ്ക്കിടയ്ക്ക് പാട്ട് കേൾക്കുന്നുണ്ട്. പണി കിട്ടുമോ എന്നുള്ള സംശയം കേട്ടോ. ഇത് രാത്രിക്ക് ലൈറ്റ് ഇടും. അപ്പോൾ കുറച്ചും കൂടി സെറ്റപ്പ് ആകും കേട്ടോ. ഇവിടെ ഇതൊക്കെ പുതിയ പരിപാടിയാണ്. അല്ല, പുതിയതല്ല, നേരത്തെ ഉണ്ട്. ഇവിടെ പുതിയൊരു ട്രെയിൻ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ 2025 എന്നൊക്കെ എഴുതി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. തവളയുണ്ട്. ഇത് ശരിക്കും പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഏരിയ കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആ സൈഡിൽ ഫുള്ള് പ്രാവുകൾ, അങ്ങനത്തെ സംഭവങ്ങൾ. ഞാൻ ഇതിലൊന്ന് കറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് വയനാട്ടിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനാണിത്. അപ്പോൾ ഇതാണ് വയനാട്ടിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ. ഈ ട്രെയിൻ ശരിക്കും അപ്പുറത്തെ സൈഡിലായിരുന്നു, അപ്പുറത്തായിരുന്നു. ഈ പ്രാവശ്യം ഇങ്ങോട്ടാക്കിയതാണ്. ഇവിടെ ഫുള്ള് പ്രാവുകളും കോഴി, അങ്ങനത്തെ വെറൈറ്റി കോഴികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത്. പലതരം പ്രാവുകളുണ്ട്. നമ്മുടെ നാടൻ കോഴി മുതൽ വാത്ത, അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. മുയൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ മുയലാട്ടോ. കുഞ്ഞു മുയൽ. ഗിനിപ്പന്നി ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്താണ് മുയൽ. മുയലിനൊന്നും കാണുന്നില്ലല്ലോ. കുഞ്ഞ് ഗിനിപ്പന്നിയുണ്ട്. ഇതൊക്കെ ഇതൊരു തണൽ മരം പോലെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. അടിപൊളിയായിട്ടുണ്ടല്ലേ. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ. ഇത് പിള്ളേരുടെ ബോട്ട്. ആഞ്ഞ് ചവിട്ടുക കേട്ടോ പിള്ളേർ. അതേപോലെ ഇതാ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതാരാ? മുയലല്ലേ? മുയൽ. മുയലാണ്. മുയൽ. നമ്മളങ്ങനെ സ്റ്റാളിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഈ 2 സൈഡിലും ഇഷ്ടം പോലെ സ്റ്റാളും കടകളും നഴ്സറി ഉണ്ട്. ചെടികൾ വാങ്ങാം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ഓരോന്നിലും എഴുതി വെച്ചിട്ടുണ്ട്. കീർത്തി, പച്ചമുളക്, ഇതൊക്കെ ഫാമിൻ്റെ തന്നെ ഇതാണ് കേട്ടോ. സ്റ്റാളുകളാണ്. ഓരോ വിത്തുകൾ, മരപ്പയർ, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ കണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ കൃഷി സാധനങ്ങളൊക്കെ കണ്ടില്ലേ. അത് മറ്റേ ഗ്രാനി എന്ന് പറഞ്ഞ പോലെ കേട്ടോ. 100 കിലോ വരെ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് കണ്ടോ, നേന്ത്രൻ നൂൽപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന ചേമ്പ്, കപ്പ, വിവിധ ഇനം സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. മിച്ചർ കപ്പയോ കണ്ടോ. ഈ ചെടി, അതായത് കൃഷി ചെയ്യുന്ന വേറൊരു പുതിയ രീതിക്കുള്ള സംഭവമാണ് കേട്ടോ. സ്കീൻ സംഭവമാണ്. ഇതിൻ്റെ അടിയിൽ കൂടി വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചട്ടി കൊടുക്കുന്നിട്ട് അതിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. ഒരു സൈഡിൽ കൂടി വെള്ളം കയറി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും. അതാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ കുരുമുളക് ഉണ്ടായി കിടക്കുന്നതൊക്കെ. കുരുമുളക് രണ്ട് ചേച്ചിമാരൊന്ന് പേറ്റുന്നുണ്ടോ. സാധനം കൊള്ളാം അല്ലേ. വെളിച്ചെണ്ണ അല്ലേ ഇത്. സ്ക്വാഷുകളാട്ടോ. ഇഞ്ചിൻ്റെ സ്ക്വാഷ് ഉണ്ട്, നാരങ്ങേൻ്റെ സ്ക്വാഷ് ഉണ്ട്. ഒരുപാട് സ്ക്വാഷുകൾ ഐറ്റംസ് ഉണ്ട് കേട്ടോ.
ഈ സൈഡിലും ഫുള്ള് നേഴ്സറീൻ്റെയും ഇതേപോലെയുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ്. കണ്ടോ, ഇത് നമ്മുടെ ചൂരൽമലേൻ്റെ അല്ലേ, മുണ്ടക്കൈ ചൂരൽമല മണ്ണിടിച്ചിൽ മോഡൽ, അതിൻ്റെ ഒരു മോഡലാട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ ഇത് കണ്ടോ, അരികളൊക്കെ പാക്ക് ചെയ്തേക്കുന്നതാണ്. ഓരോ വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. കാക്കിശാലി, ആസാം ബ്ലാക്ക്, അങ്ങനെ ആതിര അങ്ങനെ കുറേ നെല്ലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ള ഐറ്റംസാണ്. RARS അമ്പലവേലിൻ്റെ സ്റ്റാളാട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ചെടികളൊക്കെ ഇഷ്ടംപോലെ വാങ്ങാനുള്ള സ്ഥലമുണ്ട്. ഇത് പുറമേ നിന്നുള്ള സ്റ്റാളുകളാണ് കേട്ടോ. അത് ഇത്ര നേരം നമ്മൾ കണ്ടത് നേഴ്സറികൾ, ചെടികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ പുറമേ നിന്നുള്ള സാധനങ്ങൾ, പുറമേ നിന്നുള്ള സ്റ്റാളുകൾ, സാധനങ്ങളൊക്കെയാണ് ഇവിടെ. ഇതിലിങ്ങനെ കയറി ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. പിള്ളേരെ കൊണ്ടൊക്കെ വന്ന ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിക്കാനുള്ളതുണ്ട്. പച്ചക്കറി വിത്തുകളുണ്ട്. ഇവിടെ പഴയ മുട്ടായികളാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മേടിച്ചുകൊണ്ടിരുന്ന മുട്ടായികളാണ് ഇതൊക്കെ. ഇത് സിസർ മുട്ടായി, പല്ലേലൊട്ടിയുണ്ട്, മാംഗോ മുട്ടായുണ്ട്. ഇതൊക്കെ പുതിയ മോഡൽ മുട്ടായാണ്, അതൊന്നും പഴയതല്ല. അതായത് സ്വർണ്ണ മുട്ടായി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ പഴയ സാധനങ്ങൾ കുറച്ചുണ്ട് കേട്ടോ. പഴയ TV, റേഡിയോ. ഇത് പൊളി സാധനം. പഴയ റേഡിയോ ഇരിക്കുന്നുണ്ടോ. പഴയ താളിയോലകളുണ്ട്, കുറേ ക്ലോക്ക് ഉണ്ട് പഴയ. ഇത് നമ്മുടെ ഗ്രാമഫോണുണ്ട്. ഇത് പഴയ VCP. ഇതിലൊക്കെ നമ്മൾ കുറേ സിനിമ കണ്ടിട്ടുള്ള കേട്ടോ. ഇതിൽ കുറേ പാട്ട് കേട്ടിട്ടുണ്ട്, കാസറ്റ്. പഴയ ഫോണ്, ടെലിഫോൺ. ഇതാണ് താളിയോല ഗ്രന്ഥം. ഇതാണ് മറ്റേ ഗ്രാമഫോൺ. ഇതൊക്കെ നമുക്കങ്ങനെ പെട്ടെന്ന് കാണാൻ കിട്ടുന്ന സാധനങ്ങളല്ല. കിണ്ടിയൊക്കെ നമുക്കറിയാം. പഴയ ചെമ്പുപാത്രങ്ങൾ അല്ലേ. ഇത് നമ്മുടെ പെട്രോൾ മാക്സ്. ഇത് കണ്ടോ, പഴയ വാളൊക്കെ ഉണ്ട്. ഈ വാളൊക്കെ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഈ വാള് ആ സാധനമില്ല. അതേപോലെ ഇതാ പഴയ തൂക്കുന്ന സാധനം. ഇപ്പം ചില മീൻകാരുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മീൻ കച്ചവടം, ഇറച്ചി കച്ചവടം, അങ്ങനത്തെ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. മോര് കടയണ സാധനമുണ്ട്. പഴയ വിളക്കുകൾ, സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. ടോർച്ച് ഉണ്ട് അല്ലേ. ക്ലോക്ക്, പഴയ ഗ്ലോബ്. ബത്തേരിയും വടുവഞ്ചാലൊക്കെ ഉള്ളല്ലോ അതിൽ. ബത്തേരിയും വടുവഞ്ചാലൊക്കെ ഉള്ളല്ലോ. കുറേ സ്റ്റാളുകൾ കണ്ടവാനുണ്ട് കേട്ടോ. ബുക്ക്, എല്ലാവിധ സാധനങ്ങളും. ഒരു വീട്ടിലേക്ക് അതേ വണ്ടീൻ്റെ ഷോറൂം വരെയുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റാളും കാര്യങ്ങളും. സോളാറിൻ്റെ ലൈറ്റുണ്ട്, വാട്ടർ ഹീറ്റർ, അങ്ങനത്തെ എല്ലാവിധ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. സ്റ്റാള് ഞങ്ങൾ നടന്ന് ശരിക്കും പപ്പയൊക്കെ മടുത്തു അല്ലേ. മടുത്തില്ലേ. 4 കളറിൽ കുങ്കുമം ഇരിക്കുന്നുണ്ടോ. 50 രൂപ ബോക്സിന്. 50 രൂപ. ഈ ഒരു സംഭവത്തിന് 50 രൂപ. അത് കൊള്ളാം കേട്ടോ. പുള്ളി നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടുന്ന് വന്നതാണ്. ചെറിയ കമ്മലും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കൂട്ടി വെച്ചേക്കുന്നല്ലേ. ഇത് കണ്ടോ, വേറൊരു സ്റ്റാളാണ്. അതായത് ഇവരുടെ പ്രൈവറ്റ് സ്റ്റാളാണ്, MGMI സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടില്ലേ, ചെറിയ ടില്ലർ. ചെറിയ കൃഷിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. വണ്ടി കഴുകുന്ന സാധനമുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതെന്താ, പുല്ല് വെട്ടുന്ന മെഷീനല്ലേ ഇത്. കൊള്ളാം. എല്ലാവിധ മെഷീനുകളും ഉണ്ട് അല്ലേ. നെല്ല് നടുന്നൊക്കെ നമ്മുടെ സെൻറ്റ് മാർട്ടിൻ ഹോസ്പിറ്റലിൻ്റെ ഒരു സ്റ്റാളും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് ഒരു ആഗ്രഹം, ഷുഗറും BP ഒക്കെ നോക്കാം. അപ്പോൾ പപ്പ BPയും കൂടി ഒന്ന് ചുമ്മാ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കണ്ടോ, വെറുതെ അല്ലേ ഇവിടെ എത്തിയപ്പോൾ നല്ല മണം. ഇവിടെ നിന്ന് ആളില്ലല്ലോ. എല്ലാം ബോക്സിലാക്കി മറ്റേ ചെറുത് അല്ലേ. അതിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. ചൂടുണ്ടോ. കൊള്ളാം. കൊതുകിനെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇത് വെച്ചാൽ അടിപൊളി. അപ്പോൾ BP നോർമലല്ലേ. BP നോർമലാ. ഇത് കണ്ടോ, ഇതാട്ടോ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. കാട് വെട്ടുന്നത്. ഇത് തിരിയുന്നൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വെറൈറ്റി ആയിരുന്നേ. കാട് വെട്ടുന്നത് തന്നെയാണോ എന്ന് ചോദിച്ചാലോ. ചേട്ടാ, ഇത് കാട് വെട്ടുന്നതാണോ? കണ്ട തിരിയുന്നൊക്കെ നോക്ക്. കൊള്ളാം. ഇത് നമ്മുടെ വളയെറിയുന്ന ബോളെറിയുന്ന സംഭവം കണ്ടോ. 3 മൊന്തയൊക്കെ ഉണ്ട്. അതൊക്കെ എറിഞ്ഞ് ചാടിച്ചാൽ സമ്മാനം കിട്ടും. ഇതൊക്കെ ഫുള്ള് ബുക്കിംഗ് അയക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ. കണ്ടവാനും സ്റ്റാളുണ്ടല്ലോ. സ്റ്റാളുകൾ കണ്ടവാനുണ്ടല്ലോ, എടുക്കാത്ത സ്റ്റാളുകളെ. ഇത് ശരിക്കും ഇത് മതിലിൻ്റെ അപ്പുറത്ത് റോഡാട്ടോ. നമ്മുടെ വടുവഞ്ചാല് ഊട്ടി റോഡാണത്. അങ്ങനെ നമ്മൾ ലാസ്റ്റിലേക്ക് എത്തി കേട്ടോ. ഇവിടെ ഫുള്ള് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ കറക്റ്റ് ഒരു ലൈനുണ്ട്. ആ ലൈൻ വഴി തന്നെ പോകണം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെയാണ് നമ്മുടെ ജെയിൻ വീലും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ
ഇതിലേതിലെങ്കിലും കയറണോ? ഒന്നിലും കയറണ്ട, അറ്റാക്ക് വന്ന് ചത്തുവോ. അറ്റാക്ക് വന്ന് ചത്തുവോ? എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. പിള്ളേരെ പറ്റിക്കാനുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ചോട്ടാ ഭീം നിന്ന് കറങ്ങുന്നുണ്ടോ? ഇവിടെയൊക്കെ പാട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാട്ടിൻ്റെ ഇതിൽ എന്താവും എന്നറിയില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും എന്ന് എനിക്കൊരു പേടിയുണ്ട്. ഇവിടെ ഒരു ട്രെയിൻ ഓടുന്നുണ്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ സ്റ്റേജ് വരുന്നത് കേട്ടോ. ഇവിടെയാണ് കലാപരിപാടികൾ. ഈ 15 ദിവസം ഇവിടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഗാനമേളയുണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. അവിടെ ചെണ്ടയൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് റോസപ്പൂക്കളാണ്. ഇതൊക്കെ പണ്ട് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് തന്നെ നട്ട ചെടികളാട്ടോ. കുറേ എണ്ണത്തിൽ അത്യാവശ്യം നല്ല പൂക്കളുണ്ട്. അങ്ങോട്ടൊക്കെ ഫുള്ള് പൂക്കൾ. ഇവിടെ ഫുള്ള് ലൈറ്റായി തുടങ്ങി. മെല്ലെ മെല്ലെ ലൈറ്റുകളൊക്കെ ഓണായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ശരി വരുന്നത് അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടി തന്നെ എക്സിറ്റ് വരുന്നത്. നമ്മൾ സാധാരണ പണ്ട് എങ്ങനെ വെച്ചാൽ പുറത്തേക്ക് വടുവഞ്ചാൽ റൂട്ടിലേക്ക് ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു കുഴപ്പം പറയാനില്ല, പക്ഷേ പൂക്കൾ കുറവല്ലോ. അപ്പോൾ സൂര്യകാന്തിയും പൂവില്ല. അല്ല, ആകെയുള്ള പൂക്കൾ ചെണ്ടുമല്ലിയാണ് കേട്ടോ. ചെണ്ടുമല്ലി, സൂര്യകാന്തി, കുറച്ച് ബോഗൺവില്ലയുണ്ട്. അല്ലാണ്ട് എല്ലാ സാധനങ്ങളും ഇല്ല ഈ പ്രാവശ്യം. അപ്പോൾ അതാ ഇവിടെയും ചെണ്ടുമല്ലിയുണ്ട്. പിന്നെ ഈ പൂവുണ്ട്, ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. പിന്നെ ബോഗൺവില്ലയുണ്ട്. അതിൻ്റെ അകത്തൊരു മയിൽ നിൽപ്പുണ്ടല്ലേ, ഒരു മാനും. രാത്രിയാണ് ശരിക്കും ഇവിടെ വൈബ്. ലൈറ്റ് ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ടേ. അങ്ങനെ ഞങ്ങൾ പൂപ്പലെല്ലാം കണ്ട് പുറത്തിറങ്ങി കേട്ടോ. അതായത് 60 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. ഇഷ്ടംപോലെ പൂക്കളുമുണ്ട്. വെറൈറ്റി പൂക്കൾ കുറവാണ്, എന്നാലും അടിപൊളി സംഭവമാണ്. എല്ലാവരും ഒക്കെ വന്ന് കാണണം, വിജയിപ്പിക്കണം. കാരണം വയനാടിന് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ചുരൽമല പ്രശ്നത്തിൽ നിന്നൊന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കുറേ എന്തോ ബാലൻസ് കാര്യങ്ങളൊക്കെ പൂപ്പലി നമ്മുടെ മുണ്ടക്കൈ അങ്ങോട്ട് സംഭാവന ചെയ്യാമെന്നുള്ളൊരു ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും ഇതേപോലെ പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരുമ്പോഴേക്ക്